ഹലോ ഗേസ്, വെൽക്കം ടു യൂട്യൂബ് ചാനൽ ഗേസ്. നമ്മൾ ജോലിക്ക് പോകാൻ പോണേ. ഷിൻചാനോട് ഓർമ്മണേ സ്കൂൾക്ക് പോയിക്കൊള്ളുണ്ടോ? സ്കൂൾ ബസ് കുറച്ചുകൊണ്ട് വരും. അപ്പോൾ അതിന് വേറെ റെഡിയായി പോയിക്കോണ്ടി. ഓക്കെ, ഞാൻ ജോലിക്ക് പോവുകയാണ്. ഓക്കെ ഗേസ്, വേഗം പോകണം ഗേസ്. നേരം വെക്കിക്കണ്. വേഗം പോവാ ഗേസ്. വേഗം പോവാം. നമ്മുടെ സ്കൂട്ടി കൂടിയാണ്, അപ്പോൾ അത്ര സ്പീഡൊന്നും ഉണ്ടാവില്ല. ഏതായാലും വേഗം നമുക്ക് പോവാം. വേഗം പോകണം കേസ്, അല്ലെങ്കിൽ നമ്മളെ വഴക്ക് പറയും നമ്മളെ ബോസ്. എല്ലാത്തിനും ഒരു ചൂടൻ ബോസാണ് അയാള്. നമുക്ക് വേഗം പോകാം. നമ്മളെ പണിസ്ഥലത്ത് ഏതാനും എത്താനായിട്ടുണ്ട്. താഴെ കാണാൻ ബിൽഡിങ്ങില് അങ്ങനെ കേസ് നമ്മളിവിടെ എത്തിയിട്ടുണ്ട് കേസ്. അപ്പോൾ ഇവിടെ എല്ലാവരും എത്തിയിട്ടുണ്ട് കേസ്. ഞാൻ എത്തുന്നതിന് മുമ്പ് തന്നെ ഇവിടെ എല്ലാവരും എത്തിക്കണേ. ഇവരുടെ കയ്യിൽ നല്ല കാറും ബൈക്കൊക്കെയാണ് കേസ്. നല്ല ഫുള്ള് സീന് വണ്ടികളാണ്, കാറും ഇതൊക്കെയാണ്. നമ്മളത് മാത്രമേ ഉള്ളൂ സ്കൂട്ടി. എല്ലായിടത്തും ഫുള്ള് റിച്ച് കാർ വണ്ടികളാണ്. നമ്മളത് മാത്രം ആകെ ലോട്ട സ്കൂട്ടിയാണ് കേസ്. നമ്മളത് പൈസ ഇല്ലല്ലോ, അതുകൊണ്ടാണ് കേസ്. പിന്നെ ഇതിനൊരു ഏതായാലും വേഗം ബോസിൻ്റെ പോവാം. ആ ബോസേ, ഞാൻ കയറട്ടെ? എടാ ഫ്രാങ്ക്ലിനെ, നിന്നെ ജോലി ഒഴിവാക്കിയടാ. ഇനി ജോലിക്ക് വരണ്ട. എന്ന് ജോലി ഒഴിവാക്കിയെന്നോ? എന്താ സാറേ പറയണത്? ഞാൻ എങ്ങനെ ജീവിച്ച സാറേ ഈ ജോലി ഇല്ലെങ്കിൽ? എന്നെ എന്തിനാ ഒഴിവാക്കിയ സാറേ? നിന്റെ കാരണം തന്നെ നീ കൊറേ ലീവാക്കും ചെയ്യും. പിന്നെ നീ നേരം വൈകിയാ വരിക. പിന്നെ നീ സ്കൂട്ടിമയാണ് വരിക. ഈ സ്കൂട്ടിമ വരുന്നത് നമ്മളെ കമ്പനിക്ക് ഒരു സ്റ്റാറ്റസ് വാങ്ങിച്ചു. അതുകൊണ്ട് നീ സ്കൂട്ടിമ വരാൻ നിർത്തിക്കോ. നിന്നെ ഒഴിവാക്കുകയും ചെയ്തു ഇവിടുന്ന്. ഇനി നീ ഇങ്ങോട്ട് മേലിൽ വരരുത്. നീ വേറെ പണിക്ക് പോയിക്കോ. ഓക്കെ? അങ്ങനെയാണോ സാറേ? എന്നാലും ഇത്ര ചതി എന്നോട് വേണ്ടില്ലേ? യെസ്, നമ്മളെ പണി പോയി. യെസ്, വലിയ കാറൊക്കെ ഉണ്ടായാലും മാത്രമുള്ളൂ കൂട്ടുക. നമ്മളെ പണി പോയി കേസ്. പണി എന്താ കേസ് ചെയ്യാ? ഈ ഒരു സ്കൂട്ടി എന്ത് കാട്ടാനാ? നമ്മളെ അവസ്ഥ ഇതല്ല കേസ്. എന്ത് കാട്ട കേസ്? ഞങ്ങൾ എങ്ങനെ ജീവിച്ചു കേസ്? പണിയില്ലാതെ ഞാൻ ജീവിച്ചു കേസ്. ഏതായാലും പെരിക്ക് പോകട്ടെ. എന്തേലൊക്കെ ഒരു ബിസിനസ് വേണം കേസ്, അല്ലെങ്കിൽ നടക്കുകയില്ല. അതുപോലെ കേസ് നമുക്ക് വേഗം പെരിക്ക് പോയിണ്ടേ എന്തെങ്കിലും ഐഡിയ നോക്കാം നമുക്ക്. ഏതായാലും കേസ് നമുക്ക് വേഗം പെരിക്ക് പോകാം കേസ്. നമുക്ക് പെരിക്ക് പോയിട്ട് നമുക്ക് എന്തെങ്കിലും ചർച്ച ചെയ്യാം കേസ്. എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങാൻ പറ്റും. ചെറിയ കാശിന് ബിസിനസ് തുടങ്ങാൻ പറ്റുമെന്ന് നോക്കണം കേസ്. നമ്മളെ താല്പര്യത്തിലെത്തിയിട്ടുണ്ട്. ഈ കാറ് പിന്നെ എൻ്റേതല്ല കേസ്. ഈ കാർ നിങ്ങൾ എൻ്റേതാണ് കരുതിയിരിക്കും, പക്ഷെ ഇത് എൻ്റേതല്ല. ഇതെൻ്റെ സുഹൃത്ത് ജോണിൻ്റെയാണ്. അവൻ ഗൾഫിലേക്ക് പോയപ്പോൾ അവൻ എനിക്ക് തന്നതാണ്. അവൻ്റെ പെരിയിൽ നിന്ന് വെറുതെ ഇവിടെ നിന്നു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നു. ഇനി നമ്മൾ പിന്നെ ഓടിക്കും ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഈ സൈക്കിൾ പിന്നെ എൻ്റെതും ഷിൻചാൻ്റെ ഡോറമെൻ്റെയൊക്കെയാണ്. ഞാനും ഓട്ടും കുഴപ്പമില്ലാതെ. സൈക്കിളിൽ പോയാൽ തീരെ സ്പീഡ് എത്തൂല. ചെറിയ സ്കൂട്ടിൽ മാറ്റി ഏതായാലും എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം. ബിസിനസ് അതാണ് നമ്മളെ ടാർഗറ്റ് കേസ്. അയാളിനെ ഒഴിവാക്കി ഞാൻ കാണിച്ചെടുക്കാം. അയാളെയും വലിയ കോടീശ്വരനായി മാറും ഞാൻ. കാണിച്ചെടുക്കാം ഞാൻ. ഏതായാലും ഞാൻ ഷിൻചാൻ സ്കൂളിൽ പോയി കൊണ്ടുവരട്ടെ. അമ്മയുടെ സ്കൂൾ വിട്ടു. ഏതായാലും ഞാൻ വേഗം പോയി കൊണ്ടുവരട്ടെ. ഏതായാലും നമ്മൾ ഈ കാറിലാണ് പോകുന്നത്. ഏതായാലും കാറിൽ പോയി കൊണ്ടുവരാം പോലെ. കാർ പിന്നെ സൂക്ഷിച്ച് വേണം ഓട്ടിക്കാൻ. എൻ്റെ കാറും കൂടി അല്ലത്, സുഹൃത്ത് ജോണിൻ്റെ കാറാണ്. നമുക്ക് ഇത് സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ. ചേച്ചി മുന്നിൽ മാറി ചേച്ചി. യെസ്, ഏതായാലും നമുക്ക് വേഗം പോകാം. യെസ്, സ്കൂളിലെത്തിയിട്ടുണ്ട്. അവിടെ ഷിൻചാന് ഡോറമാണ്. വരി, വണ്ടി കയറി പോവാം നമുക്ക്. വരി. വലിയൊരു പ്രശ്നം ഉണ്ടായി. എന്നെ ജോലിന്ന് പിരിപ്പിച്ചു വിട്ടടാ. ജോലിന്ന് പിരിപ്പിച്ചു വിട്ടു.
ജോലി വിട്ടിട്ടേ നീ എന്ത് കാട്ടും നമ്മളെ അതേടാ ഷിൻചാൻ, ഞാനിപ്പോൾ എന്താ കാട്ടാകെ കുത്തിരിക്കുക. ഏതായാലും എൻ്റെ കൂടെ വരി, നമുക്ക് എന്തായാലും പ്ലാൻ സെറ്റാക്കാം. ഏതായാലും വരി. ഇനിയിപ്പോൾ എന്ത് കാട്ടും കേസ്. ഏതായാലും നമുക്ക് പേരി പോയിങ്ങാണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു ബിസിനസ് നിറച്ച് ചെയ്യണം കേസ്, അല്ലാതെ നമുക്ക് നടക്കില്ല കേസ്. ഏതായാലും കേസ് നമ്മൾ പേരിലെത്തിയിട്ടുണ്ട്. ഇവിടെ വണ്ടി സ്റ്റോപ്പ് ചെയ്യാൻ കേസ്. വണ്ടി പതുക്കെ ഇവിടെ നിർത്തിയിട്ടോ. എടാ പുറത്ത് കയറി വേടാ. നിങ്ങൾക്ക് അറിയണ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ പറയടാ, നമുക്ക് ചെയ്യാം. എന്നെ കരപ്പൻ ബോസ് എന്നെ പുറത്താക്കി. അയാളെല്ലാവരും വലിയ ബിസിനസ് തുടങ്ങണം നമുക്ക്. അതിനെന്താ പ്ലാൻ വേണം? എനിക്കിപ്പോ ഒരു ബിസിനസ് ഐഡിയ ഉണ്ട്. നമുക്ക് സ്റ്റാൾ തുടങ്ങാം. അതാകുമ്പോ ചെറിയ സ്റ്റാൾ തുടങ്ങി വലിയ വലിയ സ്റ്റാളാക്കാം. എങ്ങനെയുണ്ട് എന്റെ മുടി? നീ പറഞ്ഞ ശരിയാ ഡോറേമോനെ, നമുക്കൊരു സ്റ്റാള് തുടങ്ങാം. അതുമ്പോൾ നല്ല കച്ചവടമൊക്കെ ഉണ്ടാവും. ഏതായാലും ഞാൻ പൈസ എവിടുന്ന് ഒപ്പിക്കും തിരികെ. എൻ്റെ സുഹൃത്ത് ജോണി, അവൻ ഗൾഫിലല്ലേ, ഓൻ്റെ അടുത്ത് വിളിച്ച് പൈസ കടം ചോദിച്ചേക്കാം നമുക്ക്. ഞാനിതെല്ലാം അവനക്ക് വിളിച്ചോക്കട്ടെ. ഹലോ ജോണി, ഇജ്ജ് എവിടെയാണ്? സുഖമല്ലെങ്കിൽ ഒരു 5000 റുപ്യ കടം വേണം, ഇജ്ജ് തരുമോ? അതിനിപ്പോ എന്താ, എന്റെ ചങ്കല്ലേ, എനിക്ക് 5000 അല്ല ഞാൻ തരും. പിന്നെ ഞാൻ എന്റെ ഗൂഗിൾ പേക്ക് ഇപ്പൊ തന്നെ കൊണ്ടുതരാം. ഓക്കെ, എനിക്ക് എന്തിനാണ്? താങ്ക് യുടാ. അത് പിന്നെ എന്നെ ജോലിയിൽ നിന്ന് പിരിപ്പിച്ചു, അതുകൊണ്ടാണ്. എനിക്ക് പുതിയൊരു ബിസിനസ് തുടങ്ങാനാണ്. ഓക്കെ, അതിനിപ്പോ എന്താടാ, എന്റെ ജോലി നിർത്തില്ലേ? അപ്പോൾ കേസ് നമ്മളിവിടെ കട ഇട്ടിട്ടുണ്ട് കേസ്. അങ്ങനെ ആൾക്കാരൊക്കെ ഇവിടെ ഇഷ്ടം പോലെ നിറഞ്ഞിട്ടുണ്ട് കേസ് നമ്മളെ ഈ കടയിൽ. അവിടെ എന്താ വേണ്ടേ? ബിരിയാണി. മന്തിയോ? മന്തി ബിരിയാണി എന്താ? ആ ഡോറമോനെ ചിഞ്ചാരം കൊടുക്കടാ, കൊടുക്ക്. ചിക്കൻ ബിരിയാണി, മന്തി എടുത്തൊടുക്ക്. വേഗം കൊടുക്കിട്ടോ. യെസ്, വേഗം വേണം. നല്ല കച്ചവടം ഉണ്ട്. ഏതായാലും കുറേ ആൾക്കാർ വന്നിക്കണേ. എന്താ വേണ്ടേ? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി കൊടുക്ക്. കൊടുക്കുന്ന മന്തിയോ? എന്നാ കൊടുക്ക്. ഓക്കെ. അങ്ങനെ വരി ആൾക്കാർ വരി. അങ്ങനെ കേസ് രാത്രി ആയിട്ടുണ്ട്. അവിടെ ഷിൻചാനെ ഡോറമോനെ, ഇന്നത്തെ എത്ര റുപ്യ അറിയാം നമുക്ക് കിട്ടിയേ? 8000 റുപ്യ കിട്ടി നമുക്ക് ഇന്ന് നമുക്ക് ബിരിയാണി മന്തി വിറ്റിട്ട് ആകെ 8000 റുപ്യ കിട്ടി. ബാക്കിയില്ലതല്ലേ. ഇന്ന് ആൾക്കൊക്കെ നമ്മൾ പുതിയത് ഉണ്ടാക്കാം നമുക്ക്, ചോറും ഇതൊക്കെ. അങ്ങനെ പല ഇതും ഉണ്ടാക്കി നമ്മൾ വലിയ കോടീശ്വരനാവും. ഇതിൻ്റെ പാർട്ട് 2 വിടണമെങ്കിൽ കമൻറ്റ് ചെയ്യും. ബൈ.